ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. പണ്ട് കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അമ്മ ഉണ്ടാക്കി തരുന്ന ഉഴുന്നപ്പാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അന്ന് അങ്ങനെ ബേക്കറി ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി തരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഉഴുന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി കഴുകിയ വെള്ളം ഊറ്റിക്കളഞ്ഞ് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 2-3 മണിക്കൂർ കുതിരാൻ വെക്കണം കേട്ടോ. അപ്പോഴേക്കും ഉഴുന്ന് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. ഞാനിവിടെ വലിയ ജാറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുതിർന്ന് വന്നിരിക്കുന്ന ഉഴുന്നുണ്ടല്ലോ, അത് കുറേശ്ശെ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. 2 ഭാഗമായിട്ടാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അല്പം നമ്മൾ കുതിരാൻ വെച്ചിരിക്കുന്ന വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം ആകരുതേ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കി വന്ന ഉഴുന്നും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ വളരെ കുറഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം ഏറിപ്പോകരുതേ. അങ്ങനെ ഇത് നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായിട്ട് 2 പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചമുളക് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ. ഇപ്പം മാവൊക്കെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ മാവ് അരച്ചുടനെ തന്നെ ഇത് ചുട്ടെടുക്കേണ്ടതാണ്. ഇനി ഞാനിത് ഉണ്ണിയപ്പ ചട്ടിയിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ചട്ടി വെച്ച് കൊടുത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാത്രമാണ് മാവ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതേമാതിരി എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇതിലേക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഒരു 1/4 ഭാഗം മാത്രം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടാകും. കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേമാതിരിയുള്ള ഒരു കോല് വെച്ചിട്ടാണ് ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ വീട്ടിലും പപ്പടക്കോല് ഉണ്ടാവില്ലേ, അത് വെച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. ഇപ്പോൾ ഒരു വശം എല്ലാതിൻ്റെയും തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും മറുഭാഗവും നന്നായിട്ട് വെന്ത് മുരിഞ്ഞു വന്നിട്ടുണ്ടാകും. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇതേമാതിരിയുള്ള അരിപ്പയിൽ വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും എണ്ണ ഉണ്ടെങ്കിൽ അത് ഊറി പോകുന്നതാണ്.
ഉഴുന്ന് കുതിർന്ന് വരേണ്ട ഒരു സമയം മാത്രമേ ഉള്ളൂ. ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഹെൽത്തിയാണ്. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇത് റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ അവർ സ്വാദോടുകൂടി കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ഉണ്ടാക്കി കൊടുക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സെറ്റ് മുഴുവനായിട്ടും ഉണ്ടാക്കി കഴിഞ്ഞു. അധികം എണ്ണയൊന്നും കുടിക്കാത്ത ഒരു പലഹാരമാണ്. ബാറ്റർ നിങ്ങൾ ശ്രദ്ധിക്കണം, അധികം വെള്ളമില്ലാതെ വേണം അരച്ചെടുക്കാൻ. ലൂസായി പോവുകയാണെങ്കിൽ മാവ് ധാരാളം എണ്ണ കുടിക്കും കേട്ടോ. അപ്പം കട്ടിയായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി അടുത്തതും ഇതേമാതിരി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സ്കൂൾ കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തി കൂടി റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ട് 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 5-6 വെളുത്തുള്ളി അല്ലി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മാത്രം മതി. വല്ലാതെ ഫൈനായിട്ട് അരയരുത്, തരിതരിയായിട്ട് വേണം അരച്ചെടുക്കാൻ. അങ്ങനെ നമ്മുടെ ചമ്മന്തിയും ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉഴുന്നപ്പം ഈ ചമ്മന്തി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. വളരെ സാധാരണ കേട്ടോ ഈ അപ്പം ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലതുവശത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.